തലതാഴ്ത്തി മടങ്ങിപ്പോവാ. മറ്റ് സ്വഹാബത്ത് പറഞ്ഞു, സുഹൃത്തെ നിന്നോടല്ലേ അത് എടുക്കണ്ടെന്ന് പറഞ്ഞത്, നിനക്കെന്താ എടുക്കണീന്? നിന്റെ നിന്നോട് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ നീ അത് അണിയരുത്, നീ അത് ഉപയോഗിക്കരുത്. ആ നിലക്കല്ലേ റസൂലുള്ള പറഞ്ഞത്, നീ അത് എടുക്ക്, എന്നിട്ട് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കാം, നിന്റെ പെങ്ങൾക്ക് കൊടുക്കാം, നിന്റെ ഉമ്മാക്ക് കൊടുക്കാം. ആണുങ്ങളത് അണിയാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അത് എടുത്തോ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറയാണെന്ത്, വല്ലാഹി ലൻ ആഖുദഹു അബദാ തറഹഹു റസൂലുള്ളാഹ്. പടച്ച റബ്ബാണ്, ഞാൻ എൻ്റെ കൈ കൊണ്ടത് തൊടൂല, കാരണം അത് ഹബീബായ റസൂലുള്ളാന്റെ തൃക്കൈ കൊണ്ട് വലിച്ചെറിഞ്ഞതാണ്. ഇനി ജന്മത്തിൽ ഞാനത് തൊടൂല. അതാ റസൂലുള്ളാനുള്ള സ്നേഹം. ഇന്ന് റസൂലുള്ള പ്രവാചകന്മാരില്ല, പക്ഷേ പ്രവാചകന്മാർ സമുദായത്തിൽ നിർവഹിച്ച ഡ്യൂട്ടി നിർവഹിക്കുന്നവരാണ് ആലിമീങ്ങൾ. നിങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ആലിമായ മനുഷ്യൻ ഒരു മോതിരം വലിച്ചൂരി മൂലൊക്കെ കിട്ടൂ. അങ്ങനെ എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളും പോവുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ മോതിരം എടുക്കണില്ലേ? എന്താ പറയാ? പടച്ച റബ്ബാണേ, ഞാനത് തൊടൂല, മൂപ്പരെ കൊണ്ട് എൻ്റെ പരീക്കാൻ എത്തിക്കുന്ന അറിയാം അല്ലേ? അവിടെയാണ് റസൂലുള്ളയും സഹാബത്തും നമ്മളും ഇന്നത്തെ ഉലമാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വ്യത്യാസം. നമുക്കൊക്കെ ഒരു റൂട്ടുണ്ട്, അത് പ്രവാചകന്റെ ഹുബ്ബുമായി ബന്ധപ്പെട്ട റൂട്ടല്ല. പ്രവാചകൻ എന്ത് ചെയ്തു? പലിശ, അത് മൂല്യശോഷണം, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹലാലാക്കാൻ എന്തൊക്കെ വകുപ്പുണ്ടോ അതിനെക്കുറിച്ചുള്ള റിസർച്ചിലാണ് നമ്മൾ. അങ്ങനെ മൂല്യശോഷണം കൊണ്ട് പലിശ ഹലാലാകുമെങ്കിൽ എല്ലാ കൊല്ലവും നമ്മളുടെ മതനേതൃത്വം ഒരു ചാർട്ട് ഇറക്കണം, ഇക്കൊല്ലത്തെ പലിശ ഹലാലാകുന്ന ശതമാനം ഇത്രയാണ്, അല്ലെങ്കിൽ ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകും. ആകെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ത്, നിങ്ങൾ പല ഹറാമുകളും ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും. കള്ള് ഇന്ന് പലതും ഹലാലായി ഉപയോഗിക്കുകയാണ്. എൻ്റെ നാട്ടിലൊരു കൂൾ ബാറിൽ കുറച്ച് കുട്ടികൾ വന്നിട്ട് ഒരു കടക്കാരനോട് പറഞ്ഞു, അതില്ല അവിടെ. ഞാനവിടെ ഇരിക്കുന്നുണ്ട്, എന്താ അത്? പീഡിയക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കുകയാണ് മുന്തിരി ജ്യൂസ്. 4-5 കുട്ടികൾ കുടിച്ചു പോയി. ഞാൻ ചോദിച്ചു, ഇതിനിപ്പോൾ ഇത് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? മുന്തിരി ജ്യൂസ് എന്ന് പറഞ്ഞാൽ പോരെ? അപ്പം എന്നോട് അയാൾ പറ, നിങ്ങളൊക്കെ ഏത് ലോകത്താണ് മൗലവി? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതാണ് വേണ്ടത്. ജ്യൂസ് അടിച്ചു വെച്ചിട്ട് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ വെക്കുക. 10 റുപ്യാണ് ഒരു മുന്തിരി ജ്യൂസിന് കിട്ടുന്നതെങ്കിൽ 40 റുപ്യ 50 റുപ്യ ഇതിൽ തരുക കുട്ടികൾ. അപ്പം എന്താ? ലഹരി പുതിയ രൂപത്തിൽ ഹലാലാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അയാൾക്ക് അതിൻ്റെ അപകടത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അയാൾ ഇനി ആ ഏർപ്പാട് നടത്തൂല എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, എന്തെല്ലാം പുതിയ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ, എൻ്റെ ഉമ്മത്ത് അവസാന കാലഘട്ടം വരുമ്പോൾ ഈ രൂപത്തിൽ പലതും ഹലാലാക്കിക്കൊണ്ടിരിക്കും. ഷേവിങ്ങിന് ഉപയോഗിക്കുന്ന ലോഷൻ കുടിക്കുന്ന കുട്ടികളുണ്ട്, ലഹരിക്ക് വേണ്ടി. പാമ്പിനെ കൊണ്ട് നാവിൽ കൊത്തിക്കുന്ന ആളുകളുണ്ട്, ലഹരിക്ക് വേണ്ടി. ഇങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഹരി എവിടെ നിന്ന് കിട്ടുമോ അതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു മുസ്കിരിൻ വഹുവ ഹറാം, എല്ലാ ലഹരിയുള്ള സാധനങ്ങളും ഹറാമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരെത്ര മാറിയാലും, ഗ്രേപ്പ് ജ്യൂസ് ആയാലും ആപ്പിൾ ജ്യൂസ് ആയാലും ലഹരിയുണ്ടോ? തേനാണെങ്കിലും ശരി, ഒരു പരിധി വിട്ടാൽ ലഹരി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, ആ അളവിൽ ഒഴിവാക്കേണ്ടി വരും. അപ്പം എന്ത് സാധനമാണെങ്കിലും ഏത് അളവിൽ നമുക്ക് അത് ലഹരിയായി മാറുന്നുണ്ടോ, മുന്തിരി ജ്യൂസ് ആകട്ടെ എന്താവട്ടെ, അത് സൂക്ഷിക്കുന്നത് കൊണ്ടോ ആധിക്യം കൊണ്ടോ ലഹരിയായി വരുന്നോ, ആ സന്ദർഭത്തിൽ അത് ഹറാമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് ആ നിലക്കാണ് സ്നേഹിച്ചു പോകുന്നത്. റസൂലുള്ള എന്തു പറഞ്ഞോ അതവർ ജീവിതത്തിൽ പകർത്തും. ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ ഒരു വ്യക്തിയുടെ പേര് നാവിൽ വരിക എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയോടുള്ള സ്നേഹവും ആ വ്യക്തിയുടെ പേര് നാവിൽ നിറഞ്ഞു നിൽക്കുക എന്നതും മനുഷ്യസിദ്ധമാണ്. ഇപ്പോൾ ലൈല എന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച ഒരു മജ്നൂന്റെ കഥയുണ്ട്. ഖൈസ് ബിനുൽ മുലവ്വഹി എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. രാജകുടുംബത്തിൽപ്പെട്ട ലൈല എന്ന പെൺകുട്ടിയെ സ്നേഹിച്ചു. പക്ഷേ രാജകുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഖൈസിന് കെട്ടിച്ചു കൊടുക്കൂല എന്ന് ആ കുടുംബം വാശി പിടിച്ചു. അങ്ങനെ ലൈലയെ തടവിലാക്കി. ഖൈസ് ബിനുൽ മുലവ്വഹി എന്ന ചെറുപ്പക്കാരൻ ഭ്രാന്തനായി മാറി. ഭ്രാന്തനായി നടക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ലോകത്ത് പ്രചരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്,
ഉഹിബ്ബു മിനൽ അസ്മാഇ മാ വാഫഖ ഇസ്മഹാ ഔ അശ്ബഹഹു ഔ കാന മിൻഹു മുദാനിയാ. ഉഹിബ്ബു മിനൽ അസ്മാഇ മാ വാഫഖ ഇസ്മഹാ, അവളുടെ പേരിനോട് തുല്യമായി നിൽക്കുന്ന എല്ലാ പേരും എനിക്കിഷ്ടമാണ്, അത്രത്തോളം എനിക്കിഷ്ടമാണ്. അപ്പൊ പേര് ഇഷ്ടപ്പെടുക എന്നത് ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേയറ്റമാണ്. പക്ഷേ നമുക്ക് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അത് ഇഷ്ടപ്പെടുകയും ആ പേര് നാവിൽ നിറഞ്ഞു നിൽക്കുകയും ആ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയും ചെയ്യുക എന്നത് സ്നേഹത്തിൻ്റെ പ്രകട ലക്ഷണമാണ്, ഏറ്റവും പ്രകടമാകുന്ന ലക്ഷണമാണ്. പക്ഷേ എത്ര ആളുകളുണ്ട് അങ്ങനെ സലാത്ത് ചെല്ലുന്ന ആൾക്കാർ? നമ്മളിൽ പല ആളുകൾക്കും അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ എന്തോ ഒരു മടി, സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചെല്ലാൻ എന്തോ ഒരു മടി. ചരിത്രം വികലമാക്കപ്പെട്ടതിൻ്റെ പേരിൽ പല സ്വഹാബത്തിൻ്റെയും പേര് കേൾക്കുമ്പോൾ തർളിയത്ത് ചെല്ലാൻ പേടി. ഞാൻ വെറുതെ പറയല്ല. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ ഒരു പേടി, മുആവിയ റളിയല്ലാഹു തആല അൻഹു എന്ന് പറയാൻ പേടി. കാരണം എങ്ങനെയോ ചരിത്രം വികലമാക്കപ്പെട്ടു. ആ വികലമായ ചരിത്രം നമ്മൾ പഠിച്ചു, നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹ് തൃപ്തിപ്പെട്ട പിന്നെ നമ്മളെന്തിനാ പിഷ്കേട്ടണ്? അള്ളാഹു തൃപ്തിപ്പെട്ട ഒരാളെ പേരിൽ തർളിയത്ത് ചെല്ലാൻ നിനക്കെന്തിന് പേടി? വികലമാക്കപ്പെട്ട ചരിത്രത്തിന്റെ പിന്നാലെ പോകല്ല മക്കളെ. മറിച്ച് ആ സ്വഹാബത്തിന്റെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹും എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. ഇന്നത്തെ ഇളം തലമുറയിൽ അത് കാണുന്നില്ല. പല ചെറുപ്പക്കാരും പ്രസംഗിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലിക്കും ഇങ്ങനെയായിരുന്നു അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒക്കെ അവൻ്റെ മൂത്താപ്പാൻ്റെ മക്കളാണ് വിചാരിക്കുക, അല്ലേ? അങ്ങനെ തോന്നുക, ഒക്കെ അവൻ്റെ മൂത്താപ്പാൻ്റെ മക്കളാണെന്ന് വിചാരിക്കുക. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് എടവണ്ണ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ ഖുതുബ നടത്തിയ രംഗം നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ സന്നിഹിതനാകുന്ന ബഹുമാനപ്പെട്ട ചെറിയമുണ്ടം അബ്ദുർ റസാഖ് മൗലവി മനോഹരമായിട്ട് പകർത്തിയിട്ടുണ്ട്. പള്ളിയിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ ഖുതുബ നടത്തുകയാണ്. ആ ഖുതുബയിൽ ഉടനീളം ഈ വിഷയത്തെക്കുറിച്ച് ആയിഷ പറഞ്ഞു, ഈ വിഷയത്തെക്കുറിച്ച് ആയിഷ അങ്ങനെ ചെയ്തു, ആയിഷ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഖുതുബയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് അലവി മൗലവി അലവി മൗലവി ബഹുമാനപ്പെട്ട അലവി മൗലവി അവിടെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മഹാനായ പണ്ഡിതൻ അന്ന് പള്ളിയിലുണ്ട്. ജുമുഅ കഴിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞാൽ, എൻ്റെ എണ്ണി എനക്കേ മിമ്പറമെന്ന് ഇങ്ങനെ ആയിഷ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയാൻ എത്ര വലിയ വിഷമാണെങ്കിൽ എൻ്റെ കുട്ടി അടുത്ത ആഴ്ച ആയിഷാത്താന്നെങ്കിലും പറയണം. എന്നാലും ഇങ്ങനെ പറഞ്ഞു പോകല്ലേ. ചെറിയ മുണ്ടം അത് മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്. ആയിഷക്കൊപ്പം റളിയല്ലാഹു മനസ്സില്ലേ, ആയിഷാത്തയെങ്കിലും ആകട്ടെ വയസ്സില്ലേ, വയസ്സില്ലേ എന്നെക്കാളും, അതുകൊണ്ട് ആയിഷാത്താന്നെങ്കിലും പറഞ്ഞോളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ നസിയ സ്വലാത്ത അലയ്യ അഖ്തഅ ത്വരീഖൽ ജന്ന, എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മറന്നവൻ സ്വർഗ്ഗത്തിലേക്കുള്ള റൂട്ട് തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, ഔലന്നാസി ബി അക്സറുഹും അലയ്യ സ്വലാത്തൻ, എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. വേറൊരു ഹദീസിലുണ്ട്, സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തട്ടിക്കളയൂല. അത്രക്കും പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോക്കൽ നേതാവിൻ്റെ പേര് കേട്ടാൽ, വാർഡ് മെമ്പറെ പേര് കേട്ടാൽ അപസ്മാരമളകുന്ന കൗമേ, അന്ത്യപ്രവാചകന്റെ പേര് കേട്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നിന്റെ നാവ് പൊങ്ങൂലെങ്കിൽ എന്ത് സ്നേഹമാണ് നമുക്കുള്ളത്. ഇവിടെ നബിദിനത്തിന് ത്രികോണ പതാകയും വഹിച്ച് കുട്ടികളെ കൊണ്ട് ദഫ് കൊട്ടിച്ച് റോട്ടിൽ കൂടെ ചവിട്ടി നടക്കുമ്പോൾ ഇതാണ് ഹുബ്ബുർ റസൂൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടേത് ഹുബ്ബുർ റസൂലല്ല എന്ന് പറയാൻ നമുക്ക് ത്രാണി വേണമെങ്കിൽ, അതിനുള്ള അർഹത വേണമെങ്കിൽ നമ്മുടെ നാവിൽ റസൂലുള്ളാഹിന്റെ പേര് തത്തിക്കളിക്കണം. ആ പേര് കേട്ടാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമ്മുടെ നാവ് പൊങ്ങണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു